ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റെയിനറിലേക്ക് 1 കപ്പ് അളവിൽ ഓൾ പർപ്പസ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് മൈദ. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡറും അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ സ്റ്റെയിനറിലൂടെ അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം സ്റ്റെയിനറിലൂടെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത് ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിക്കുന്നതിന് മുമ്പേ ഉള്ള അളവാണ് 1/4 കപ്പ്. ഇനി ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു ഡബിൾ സൈസായി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്ലഫിയായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒരു മഞ്ഞയിൽ നിന്ന് മാറിയിട്ടൊരു വെള്ള കളറിലോട്ട് മാറുന്ന സമയം വരെ നമ്മളിത് ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അല്ലാത്ത ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. മാക്സിമം ഒരു 50 സെക്കൻഡൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ബാറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്ത് മാത്രം ഇട്ട് കൊടുക്കാതെ ഇതേപോലെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് താഴ്ന്നു പോവും. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓവർ സ്പീഡിലോ അതേപോലെ നന്നായിട്ട് കുത്തി ഇളക്കിയൊന്നും ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ ആകുമ്പോൾ ബാറ്ററി പെട്ടെന്ന് താഴ്ന്നു പോവും. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 ഭാഗത്തോളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് ടൈറ്റ് ആവും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിതിലേക്ക് പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ നമ്മൾ എടുക്കുന്ന പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുത്തത് ഡയറക്റ്റായിട്ട് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ചൂടുള്ളതും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക്
ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതേപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പാല് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ നമ്മുടെ ബാറ്ററൊക്കെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് മുമ്പേ ഒരു കടായി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയ സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ബാറ്റർ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കടായിയുടെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അതേപോലെ നമ്മൾ വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചൊക്കെ ചെറിയ മാറ്റം വരും ഈ ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഒരു 35 മുതൽ 40 മിനിറ്റ് മതിയാവും. അപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചോ ജസ്റ്റ് ഇതിനുള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കത്തിയുടെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ മുകളിലോ എന്തെങ്കിലും പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടാവില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ അടിച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 35 മിനിറ്റ് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ടെടുത്ത് ചൂടാറിയതിന് ശേഷം ഈ ഒരു കേക്കിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തോട്ടെടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തോട്ടെടുക്കാനായിട്ട് ഞാനിതിവിടെ പുറത്തോട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊന്നും ഇവിടെ ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്